ഹലോ, എല്ലാവർക്കും പൈത്തൺ ബേസിക്സ് ഫോർ ബിഗിനേഴ്സ് എന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പൈത്തൺ ലാംഗ്വേജ് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. പൈത്തൺ ബേസിക്സ് ഫോർ ബിഗിനേഴ്സ് എന്ന ഈ പ്രോഗ്രാമിംഗ് സീരീസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏതൊരു ആൾക്കും വളരെ എളുപ്പത്തിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് വളരെ ബേസിക് ലെവലിൽ നിന്ന് പഠിക്കാനും പിന്നീട് ഒരു അഡ്വാൻസ് ലെവലിലേക്ക് അവർക്ക് എത്താനും സാധിക്കും. മാത്രമല്ല ഇന്നതോടുകൂടി പൈത്തന്റെ വെബ് ഫ്രെയിംവർക്കായ ജാങ്കോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നീട് നിങ്ങൾക്ക് അത് ഉപയോഗിച്ചൊരു സ്വന്തമായ ഒരു വെബ്സൈറ്റ് വരെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അധികം വൈകാതെ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് പൈത്തൺ? എന്താണ് പൈത്തൺ? പൈത്തൺ എന്ന ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. പൈത്തൺ ഇസ് എ ഹൈ ലെവൽ ഇന്റർപ്രിറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നോൺ ഫോർ ഇറ്റ്സ് സിംപ്ലിസിറ്റി ആൻഡ് റീഡബിലിറ്റി. പൈത്തൺ എന്ന് പറയുന്നത് ഈ ജാവ സ്ക്രിപ്റ്റ്, സി ഷാർപ്പ് പോലൊരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഒരു ഇന്റർപ്രിറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഏതൊരാൾക്ക് ഒരു ബേസിക് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. It's widely used in web development, data analysis, machine learning, artificial intelligence, automation and more. പൈത്തൺ ഒരുപാട് മേഖലകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വെബ് ഡെവലപ്മെന്റ്, ഫോർ എക്സാമ്പിൾ പൈത്തൺ ജാങ്കോ ഉപയോഗിച്ച് നമുക്ക് വെബ് ഡെവലപ്മെന്റ് ചെയ്യാം. അതുപോലെ മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ അനാലിസിസ്, ഇതുപോലെ ഒത്തിരി മേഖലകളിൽ നമ്മൾ പൈത്തൺ വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ഗീഡോ വാൻ റോസം എന്ന് പറയുന്ന ഒരു ഡച്ച് പ്രോഗ്രാമറാണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തത്. വൈ ലേൺ പൈത്തൺ? നമ്മൾ എന്തിനാണ് പൈത്തൺ പഠിക്കേണ്ടത്? ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പൈത്തൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സോ പൈത്തൺ എന്ന് പറയുന്നത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഞാൻ പറഞ്ഞു, ഒരു ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് നോളജ് ഉള്ള ഒരു വ്യക്തിക്ക് വളരെ എളുപ്പത്തിന് പൈത്തൻ്റെ സിൻടാക്സ് മനസ്സിലാക്കാം, പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാം. അതുപോലെ തന്നെ പൈത്തൺ എന്ന് പറയുന്ന ഒരു വേഴ്സാറ്റൈൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമുക്കറിയാം ഒത്തിരി ഡൊമൈൻസിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെബ് ഡെവലപ്മെൻറ്റിന് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ AI, മെഷീൻ ലേണിംഗ്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഡാറ്റ അനാലിസിസ് അങ്ങനെയുള്ള മേഖലകളിലും പൈത്തൺ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നുണ്ട്. പൈത്തൺ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് വിൻഡോസിൽ പൈത്തൺ റൺ ചെയ്യാം, മാക്കിൽ പൈത്തൺ റൺ ചെയ്യാം, ലിനക്സിൽ പൈത്തൺ റൺ ചെയ്യാം. സോ അങ്ങനെ ഒത്തിരി സ്പെഷ്യാലിറ്റീസ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനുണ്ട്. അടുത്തതായിട്ട് ഇതൊരു ഒത്തിരി കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ വൈ പൈത്തൺ ഈസ് സോ മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് എറ. കാരണം ഒത്തിരി ഏരിയാസിൽ പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം AI തുടങ്ങി ഒത്തിരി ഏരിയാസിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസും കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ പൈത്തൺ ജാങ്കോ അറിയാവുന്ന ഒരാൾക്ക് വെബ് ഡെവലപ്മെൻറ്റിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. മെഷീൻ ലേണിങ്ങിന് വേണ്ടി പൈത്തണിൽ തന്നെ ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. സോ ഇതെല്ലാം പൈത്തൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിപ്പിക്കുന്നു. അടുത്തതായിട്ട് ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് നമുക്ക് പൈത്തണിലുണ്ട്. പൈത്തൺ പഠിക്കണമെങ്കിൽ പൈത്തൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റായ python.org എന്ന വെബ്സൈറ്റിൽ നിന്ന് പൈത്തൺ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം. അതുപോലെ ഒത്തിരി ഫ്രീ ട്യൂട്ടോറിയൽസ്, ഇപ്പോൾ ഒത്തിരി കമ്മ്യൂണിറ്റീസ് യൂട്യൂബിലായാലും അങ്ങനെ ഒത്തിരി കമ്മ്യൂണിറ്റീസിലൂടെ നമുക്ക് പൈത്തൺ പഠിക്കാൻ സാധിക്കും. സോ ഇതുകൊണ്ടൊക്കെയാണ് പൈത്തൺ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത ക്ലാസ് തുടങ്ങി പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്